ദിവസങ്ങൾക്ക് മുൻപ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വേനൽ ചൂടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കായി ഒരു കുറിപ്പിട്ടിരുന്നു. സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടുകയാണ്. വരും ദിവസങ്ങളിൽ പാലക്കാട് 40°C വരെയും കൊല്ലത്ത് 39°C വരെയും മറ്റു ജില്ലകളിൽ 36° മുതൽ 37°C വരെയും താപനില ഉയരാനാണ് സാധ്യത. ചൂടിനൊപ്പം അൾട്രാ വയലറ്റ് സൂചിക ഉയരുന്നത് ഗൗരവമായി കാണണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഈ സമയത്ത് അൾട്രാ വയലറ്റ് രശ്മികൾ ശക്തമായതിനാൽ സൂര്യതാപം, ചർമ്മരോഗങ്ങൾ, കണ്ണിന് അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുറത്തിറങ്ങുന്നവർ കുട, തൊപ്പി, സൺഗ്ലാസ് എന്നിവ നിർബന്ധമായും കരുതുക. ശരീരം പൂർണ്ണമായും മറയ്ക്കുന്ന ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ, മത്സ്യത്തൊഴിലാളികൾ, പുറം ജോലികൾ ഏർപ്പെടുന്നവർ എന്നിവർ അതീവ ജാഗ്രത പാലിക്കുക. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ഇന്ന് മിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ താപനില 45 മുതൽ 55°C വരെ ഉയരുമെന്ന തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗിക മുന്നറിയിപ്പ് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും വാട്സപ്പ് സന്ദേശവുമായാണ് ഈ പ്രചരണം നടക്കുന്നത്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടില്ല. ഇത്തരം സന്ദേശങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും കാലാവസ്ഥാ അറിയിപ്പ് സംബന്ധിച്ച വിവരങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണം 1070, 1077, 1079 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിലൂടെ ഉറപ്പാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ജാഗ്രത തുടരാം, സുരക്ഷിതരായിരിക്കാം. ഇതാണ് പോസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ഈ ഉപദേശങ്ങൾ അനുസരിച്ചതുകൊണ്ട് തനിക്ക് നാട്ടിൽ ചീത്തപ്പേരായെന്ന് പറയുകയാണ് നടി ശ്രീവിദ്യ മുല്ലച്ചേരി. മുഖ്യമന്ത്രി മൂലം നാട്ടിലുണ്ടായിരുന്ന എല്ലാ സൽപ്പേരും നഷ്ടപ്പെട്ടുവെന്നും ശ്രീവിദ്യ പറയുന്നു. ഈ നിർദ്ദേശം പാലിച്ചതാണ് തനിക്ക് വിനയായതെന്നാണ് പുതിയ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ നടി പറയുന്നത്. പോയപ്പോ ആർക്ക് പോയി, കുഞ്ഞമ്പു നായരുടെ മോൾക്ക് പോയി എന്നാണ് വീഡിയോയ്ക്ക് നടി നൽകിയ അടിക്കുറിപ്പ്. പ്രിയപ്പെട്ട കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ സാർ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ബഹുമാനമാണ്. പക്ഷേ ഇനി മുതൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യവും ഞാൻ അനുസരിക്കില്ല. കാരണം കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ചൂട് കൂടി വരികയാണ്, എല്ലാവരും വെള്ളം കുടിക്കുക, രാവിലെ 10 മണി മുതൽ 3 മണി വരെ വെയിലത്ത് ഇറങ്ങാതിരിക്കുക, സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നു പോസ്റ്റ്. ഒരു കേരള സിവിലിയൻ എന്ന നിലയ്ക്ക് ഞാനത് അനുസരിക്കണം. നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഞാനത് അനുസരിച്ചു. ഇന്നെൻ്റെ നാട്ടിൽ ഒരു തെയ്യമുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ സൺഗ്ലാസ് ഉപയോഗിക്കണമെന്നും പറഞ്ഞിരുന്നു. ഞാൻ സൺഗ്ലാസ് വച്ചിട്ടാണ് പോയത്. കാരണം മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പോൾ എന്നെ നാട്ടിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഓൾ വലിയ മമ്മൂട്ടിയായെന്ന വിചാരമെന്ന്. കുഞ്ഞമ്പൂവിൻ്റെ പെണ്ണ് എങ്ങനെയാ നടന്നിരുന്നത്? ഇപ്പോൾ ഓൾക്ക് സൺഗ്ലാസ് വെച്ചാലേ തെയ്യത്തിനെ കാണൂന്ന്. ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു തെയ്യം. അപ്പോൾ ഇത് വച്ചിട്ട് തെയ്യത്തിനെ കാണാൻ പോവാന്ന് കരുതി. അതുമല്ല, മുഖ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ പറയണ്ടേ സൺഗ്ലാസ് വച്ചിട്ട് വരുന്ന പെൺപിള്ളാരെയൊന്നും കുറ്റം പറയുന്ന നാട്ടുകാർക്ക് തക്കതായ ശിക്ഷ തരണമെന്ന്. അതെന്താ നിങ്ങൾ ഇടാത്തത്? ഞാനിപ്പോൾ അഹങ്കാരത്തിന് കൈയും കാലും വച്ച വിത്ത എൻ്റെ നാട്ടിൽ. ഞാനുണ്ടാക്കിയ എല്ലാ സൽപ്പേരും നിങ്ങൾ കളഞ്ഞില്ലേ? ശ്രീവിദ്യ ചോദിച്ചു. അതേസമയം തമാശ രൂപേണ ശ്രീവിദ്യ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ കടുത്ത വിമർശനമാണ് കമന്റുകളായി വരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ ഗൗരവകരമായ വിഷയങ്ങളെ തമാശയാക്കരുതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. വിവരക്കേട് പറഞ്ഞു വൈറലാകാൻ ശ്രമിക്കുകയാണോ? ബുദ്ധിശൂന്യത ഒരു അലങ്കാരമായി കൊണ്ടു നടക്കരുത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. അതേസമയം മര്യാദയുടെ പരിധി കടന്ന് ശ്രീവിദ്യയ്ക്ക് നേരെ കടുത്ത അസഭ്യ കമന്റുകളുമുണ്ട്.